ഹലോ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 10 ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീടൊക്കെ അടിപൊളിയായിട്ട് എപ്പോഴും നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ബെഡ് മേക്കിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഹാബിറ്റായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. എപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ആ ബെഡൊന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൂമും ഫുള്ളായിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് തോന്നും. അതുപോലെ ആ ഒരു ടൈമിൽ ഫ്ലോറൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും വേറെ ഒരു കാര്യങ്ങളൊന്നും ആ ഒരു റൂമിൽ ചെയ്തിട്ടില്ലെങ്കിലും ബെഡ് മാത്രം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഫുൾ ഏരിയ ക്ലീൻഡായിട്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു നമ്മൾ എണീക്കുന്ന ടൈമിൽ ഉറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവർ എണീറ്റ ഉടനെ തന്നെ ആ ഒരു ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വിരിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ആണ്. അപ്പോൾ ഫ്ലോർ ക്ലീനിങ്ങിൽ ഡസ്റ്റിങ് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്കൊരു ദിവസം വൺസ് ഓർ ട്വൈസ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഡസ്റ്റിങ്. അതുപോലെ മോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്തെടുത്താലും മതിയാകും. ഇനി ഒരു എക്സ്റ്റെൻറ്റ് വരെ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാർപ്പറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഡോറിൽ മസ്റ്റായിട്ടൊരു കാർപ്പറ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം ഡോർസിലും ബാത്റൂം ഡോർസിലും പിന്നെ കിച്ചണിലും കാർപ്പറ്റൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുവിധം ഡസ്റ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് റീസെറ്റ് തിങ്സ്. നമുക്ക് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ എപ്പോഴും നമ്മുടെ വീട് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹാബിറ്റ് കൂടിയിട്ടാണിത്. നമ്മുടെ ലിവിങ് റൂമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ സോഫാസിൻ്റെ ത്രോസും കാര്യങ്ങളൊക്കെ കുഷൻസൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നതാണ്. പിന്നെ അതുപോലെ കുട്ടികളെ ടോയ്സ്, റിമോട്ട് കൺട്രോളേഴ്സ് അതൊക്കെ ഒന്ന് ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ എപ്പോഴും ഒരു നീറ്റ് ആൻഡ് വെൽക്കമിങ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരൊക്കെ ആണെങ്കിലും അവർ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബിലോങ്ങിങ്സും പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും സ്കാറ്റേർഡ് ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഉള്ള ഏരിയയും കൂടിയിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രേയോ ഒരു ഹോൾഡറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ അവരെ ആ ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് ഹാബിറ്റായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സർഫേസ് ടച്ചപ്പാണ്. അത് നമുക്ക് 1 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് കൂടിയിട്ടാണത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആ ഒരു ഫ്ലോർ അല്ലാത്ത സർഫസ് മറ്റ് ആ ഒരു ഡെസ്ക്ടോപ്പ് അതുപോലെ ടീപ്പോയുടെ ടോപ്പ് പിന്നെ ഇതുപോലെയുള്ള ഷെൽഫ്സിൻ്റെ ടോപ്പ് അതിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വെറ്റ് ക്ലോത്ത്സ് വെച്ചിട്ട് ചെയ്യാവുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ ഡെയിലി ബേസിസിൽ എപ്പോഴും നമ്മുടെ വീടൊക്കെ നീറ്റ് ആൻഡ് ഡസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഓരോ സാധനങ്ങളും അതിൻ്റെ പ്ലേസിലായിട്ട് തിരിച്ചെടുത്ത് വെക്കാവുന്നതും കൂടിയിട്ടാണ്. പിന്നെ ഇതുപോലെയുള്ള ട്രേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടർ ചെയ്യേണ്ടതാണെങ്കിൽ അതും കൂടെ ആ ഒരു ടൈമിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സിൻ്റെ വാട്ടറിംഗ് ഒക്കെ നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.
ഇനി ഫേക്ക് പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് ഡെയിലി ബേസിസിൽ തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഫുഡ് വെയർ എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡെയിലി ബേസിസിൽ വരുന്ന ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ സർഫേസ് ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ക്ലോസറ്റിൻ്റെ സീറ്റിംഗ് ഏരിയ അത് നമ്മൾ മസ്റ്റായിട്ടും ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവർക്ക് 1 വീക്കായിട്ട് പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു, മിറർ കാര്യങ്ങളൊക്കെ. ബാക്കി കാര്യങ്ങളൊന്നും ഫുൾ നീറ്റായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മിററിൽ കുറച്ച് സ്റ്റെയിന് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ബേസിസിലാണെങ്കിൽ ജസ്റ്റ് ഒരു വൈപ്പ് മിററിലും വാഷ് ബേസിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാകും. പിന്നെ ഡെയിലി ഇതിൽ സീറ്റിംഗ് ഏരിയ, ക്ലോസറ്റ് സീറ്റിംഗ് ഏരിയ മസ്റ്റായിട്ട് ഡെയിലി ബേസിസിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലോർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഡെയിലി ബേസിൽ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഡീപ്പ് ക്ലീനിങ് അല്ല, നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു റൂട്ടീനാണ് കാണിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടുക, അതുപോലെ തന്നെ ഡിഷ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് കിച്ചൺ റിലേറ്റഡ് തന്നെയാണ്. നമ്മുടെ ഡിഷ് വാഷ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള യുറ്റൻസിൽസൊക്കെ അതിൻ്റെ പ്ലേസിൽ റീപ്ലേസ് ചെയ്ത് വെക്കുക എന്നുള്ളതും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് സർഫേസ് ഏരിയ, നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള അപ്ലയൻസസ് കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്വിച്ച് ബോർഡ് അതുപോലെ തന്നെ നമ്മുടെ അപ്ലയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് മസ്റ്റ് ഡു ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് അതുപോലെ ജനറൽ വേസ്റ്റ് എല്ലാ വീട്ടിലും നമ്മൾ സെപ്പറേറ്റ് തന്നെ കീപ്പ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ തന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഡെയിലി ഡിസ്കാർഡും കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ ക്ലോത്ത്സും ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് ഒരു ലോഡ് ഡെയിലി വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഷിങ്ങിനുള്ള ക്ലോത്ത്സും അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും നമ്മുടെ ഷെൽഫൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കാനും ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഹാബിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പ്രോസസ്സാണിത്. അതുപോലെ തന്നെ ആ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ക്ലോത്ത്സ് മടക്കിയെടുത്തും കൂടെ വെക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഫോൾഡിങ് എപ്പോഴും ഡിലേ ആക്കി വെക്കാണ്ട് അന്ന് തന്നെ കറക്റ്റ് ആ ഒരു ഡേയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേർഡനായിട്ട് ഈ ഒരു പ്രോസസ്സ് തോന്നില്ല. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്തും കൂടെ എടുത്ത് ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ വെക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ചെറിയൊരു നൈറ്റ് ടൈം ഹാബിറ്റാണ്. അത് നമ്മൾ ബെഡ് ടൈമിന് മുമ്പ് നമ്മുടെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്ലേസിലൊന്ന് റീപ്ലേസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് വളരെ ഹാപ്പി ആക്കാനും ഒരു ലൈറ്റ് ഹാർട്ടായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടും ഒരു പറ്റുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ടേബിൾ അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.